AC. ഞാൻ കോട്ടയം കൈപ്പുഴ ഇടവയിൽ നിന്ന് വരുന്നു. 2022 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളുടെ രോഗസൗഖ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് തിരുക്കുമാരനും സഞ്ചാരി മാതാവിനും ഞാൻ നന്ദി പറയുകയാണ്. അതായത് എൻ്റെ മോള് എല്ലാ പിള്ളേരെയും പോലെ ഒരു കുഴപ്പവുമില്ലാതെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു സമയം, ഒരു ദിവസം ചെസ്റ്റിൻ്റെ താഴെ ഇരുന്ന് അവൾ എന്നോട് പറയുകയാണ്, മമ്മി എനിക്കൊരു പെയിൻ എടുക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ ഡോക്ടറെ അടുത്തൊന്ന് പോയി കാണിച്ചിട്ട് പോന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ഞാൻ ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, റോമിലാണ്. 24 വർഷമായി റോമിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോൾ ഇവർക്ക് പ്രഷർ തീരെ ഹൈ ലെവലിലാണ്. അതുപോലെ തന്നെ ECG എടുത്തു. അപ്പം ഡോക്ടർ എല്ലാവരും വന്നു. അപ്പോൾ എന്തോ ഇവരുടെ ഓട്ടവും നടപ്പും കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ കൊച്ചിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നി. ഉടനെ അവർ ഓപ്പറേഷന് കുറിച്ചു. ഓപ്പറേഷന് ചെസ്റ്റിനകത്ത് ഫ്ലൂയിഡായിരുന്നു. ഫ്ലൂയിഡ് മുഴുവനും പഴുപ്പായിരുന്നു. അപ്പം അത് ഇത് കഴിഞ്ഞിട്ട് അവർ ആ ഫ്ലൂയിഡ് എടുത്ത് ബയോപ്സിക്ക് കൊടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ എമർജൻസിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇവർക്ക് ലിംഫോമ T ആണെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ ഒരു കൊച്ചേ ഉള്ളോ എന്ന് ചോദിച്ചു. അത്രയ്ക്കും ക്രിട്ടിക്കലായിരുന്നു. പക്ഷേ ഇതറിഞ്ഞ ഉടനപ്പം തന്നെ എൻ്റെ മോനെ ഞാൻ നാട്ടിൽ വിട്ടു. ഉടനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒത്തിരി അതിൻ്റെ പാർശ്വങ്ങളുണ്ട്. അങ്ങനെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്ക് കോവിഡും പിടിച്ചു. അപ്പം പിന്നെ ഇവളുടെ പപ്പായാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാത്രി 3:30 മോൾക്ക് ഭയങ്കര അസ്വസ്ഥതകൾ തുടങ്ങി. കാലിന് വേദന, ഭയങ്കര അസ്വസ്ഥത, ഛർദി, അങ്ങനെയുള്ള എല്ലാ ഇതുങ്ങളും തുടങ്ങി. അങ്ങനെ പപ്പ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലമെടുത്ത് ഈ കാലിൽ തിരുമ്മിക്കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി കാലിൽ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ പറഞ്ഞു, പപ്പ എന്തിനാ എൻ്റെ തലക്കെട്ടടിച്ചതെന്ന്. അപ്പം പപ്പ പറഞ്ഞു, പപ്പ തലയുടെ ഭാഗത്തും അല്ല കാല് തിരുമ്മിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഉടനെ തന്നെ ഒരു വൈബ്രേഷനും ഉണ്ടായി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് അമ്മ മാതാവാണ് വന്ന് തലക്കടിച്ചതെന്ന്. അപ്പം അന്നത്തെ ആയതോടുകൂടി പിന്നെ മറ്റുള്ള എല്ലാ കുട്ടികളെ പോലെ കീമോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും എൻ്റെ മോൾക്കുണ്ടായിട്ടില്ല. അത് ഡോക്ടർ പറഞ്ഞത് 2 മുതൽ 5 വർഷം വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ 2 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ ഈ കാണുന്ന പോലെ ആയിരുന്നില്ല. മുടിയെല്ലാം പോയി, നല്ല നീണ്ട മുടിയായിരുന്നു. മുടിയെല്ലാം പോയി വളരെ ഇതായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. ഇപ്പം പോയ മുടിയെല്ലാം പോയിട്ട് ഇപ്പോൾ പുതിയ മുടി വന്നതാണ് ഇപ്പോഴത്തുള്ള ഈ അവസ്ഥയിൽ. അങ്ങനെ 2 വർഷം കൊണ്ട് എല്ലാം ടെസ്റ്റുകളും ചെയ്ത്, എല്ലാ ടെസ്റ്റുകളും ദൈവസഹായം എന്ന് പറയട്ടെ എല്ലാം നെഗറ്റീവായിരുന്നു. ഇപ്പം മരുന്നും നിർത്തി. ഇപ്പം അങ്ങനെ പോണു. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഇങ്ങനെ അമ്മയെപ്പറ്റി ചിന്തിച്ച് കിടക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് രഥത്തിൽ ഒരു നല്ല മേഘങ്ങൾക്കിടയിലൂടെ രഥത്തിൽ നമ്മുടെ ഈ കൃപാസന മാതാവ് ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോന് ILTC യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ILTC എഴുതുന്നത്. ഞാൻ പറഞ്ഞു, മോനെ സഞ്ചാരി മാതാവാണ്, മോൻ എഴുതിക്കോ. അപ്പം അങ്ങനെ എഴുതി ഒറ്റ എഴുത്തിന് തന്നെ മോൻ പാസ്സാവുകയും ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു ജോലിയായിട്ടല്ല അവിടെ കാണുന്നത്. അവരോട് വളരെ കരുണയോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് എൻ്റെ ജോലി ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ പത്രപ്രവർത്തനം, ഞാനിവിടുന്ന് പോകുമ്പോൾ ഇറ്റാലിയൻ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാ ഇറ്റാലിയൻസിനും ആദ്യം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം അവർക്ക് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അമ്മ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ. 123 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ നോട്ടം പോകുന്നത് അവൻ്റെ നേരെയാണ്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ, തകർച്ചകളുണ്ടാകുമ്പോൾ പിന്നീട് അവൻ്റെ നോട്ടം പോകുന്നത് നേരെ താഴേക്കാണ്. എന്നാൽ ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ ജീവിതം
ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കീർത്തനത്തിൻ്റെ 121 പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ടുള്ള വലിയ പ്രചോദനമാണ് ഉടമ്പടി ഒരു വ്യക്തിക്ക് നൽകുക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, ഉടമ്പടി ജീവിതം സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ടും സ്വർഗത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മുടെ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതം പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്ന വ്യക്തിക്ക് രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം പിടിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. ഈ സഹോദരി നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് അതുതന്നെയാണ്. കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ, കുഞ്ഞിന് അസുഖം കൂടിയപ്പോൾ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ സ്പർശിക്കുന്ന അനുഭവത്തിലേക്ക് ഈ കുടുംബത്തിന് വരുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ദർശനം ലഭിക്കുവാനായിട്ടുള്ള ഭാഗ്യം ഈ സഹോദരിക്ക് ലഭിച്ചുവെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് സ്വർഗത്തെ നോക്കുവാനായിട്ട്, നിത്യതയെ ലക്ഷ്യമാക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകുന്നതായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഓരോ ദിവസവും കാണുകയാണ്, കേൾക്കുകയാണ്. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം.